ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോമ്പ് 4-ൻ്റെ അത്താഴത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അരി കഴുകി അടുപ്പിലിടാം. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് അടുക്കളയിൽ വന്നു. വെള്ളം വെച്ച് തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി അരി നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കഴുകി നമുക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡൊപ്പി അരിയാണ് ഇന്നെടുത്തിരിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ ഞാനിങ്ങനെ ഈ അരിയൊക്കെ ഇട്ട് വേവിക്കും കേട്ടോ. ചിലപ്പം റേഷൻ അരി ആയിരിക്കും. ഈ അസമയത്ത് എഴുന്നേറ്റ് കഴിക്കുന്നതല്ലേ, അപ്പോൾ എന്നും ഒരേപോലെ ആകുമ്പം കഴിക്കാൻ പാടാണ്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പച്ചരി ഇട്ട് വയ്ക്കും, ചില ദിവസം ചുമന്ന അരി റേഷൻ അരി ഇട്ട് വയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ 1 കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂരയായിരുന്നു കിട്ടിയത്. അപ്പോൾ അതിനി തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്ലീനാക്കി വെട്ടി എടുക്കണം. ഞാൻ മീൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി വയ്ക്കാനും എടുത്ത് 2 കഷ്ണം ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അപ്പം മീനിനാവശ്യമുള്ള കറി ഞാൻ റെഡിയാക്കുന്നില്ല. എനിക്ക് ഒരു ഏകദേശ കണക്കിനുള്ള കറി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കാം, തീരെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എടുക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഉലുവയും സവാളയും തക്കാളിയും എല്ലാം അങ്ങ് എണ്ണയിൽ തന്നെ വഴറ്റി മുളക് പൊടിയെല്ലാം ചേർത്ത് കുടംപുളിയും ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങ് കറിയും റെഡിയാക്കി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതങ്ങ് ലൂസാക്കി തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അടുത്ത അടുപ്പിൽ വെള്ളം തിളപ്പിക്കാനുള്ളതും വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് മഗ്‌രിബിൻ്റെ സമയത്ത് തണുത്തിരിക്കും. കുടിക്കാനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു 10-12 മുന്തിരിങ്ങ 2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഗ്രാമ്പും ഒക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ച്. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അടിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല വയലറ്റ് കളറിലുള്ള മുന്തിരിങ്ങ ജ്യൂസ് കിട്ടും. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറയ്ക്കുള്ള ജ്യൂസ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ബാലൻസ് വന്ന മീൻ ഞാൻ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനിന് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇതും അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം. വെളുപ്പിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്താൽ ചൂടോടെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഈ വയ്ക്കുന്ന ചോറ് ഞാൻ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത്താഴത്തിനുള്ളതങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും. എഴുന്നേറ്റതിന് ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കും. അങ്ങനെയാകുമ്പം ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. ഇപ്പം തന്നെ തൊണ്ടയും നെഞ്ചും എല്ലാം പോയിരിക്കുകയാണ് തണുത്തതൊക്കെ കുടിച്ചിട്ട്. പിന്നെ അതിനുശേഷം ഒരിത്തിരി ക്യാരറ്റ് കിടന്നെടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. പിന്നെ അതും അരിഞ്ഞ് തോരനൊക്കെ ആക്കി വെച്ചതിന് ശേഷം വെളുപ്പിന് എഴുന്നേറ്റ് വന്നു മീൻ ഫ്രൈ ചെയ്തു, ചോറും ഇട്ട് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു നോമ്പ് 4-ന് അത്താഴത്തിന് അല്ലെങ്കിൽ ഇന്നലെ അത്താഴത്തിന്? കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.